നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കറണ്ട് എനർജി എന്താണ്? പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. മാനസിക സംഘർഷമാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ്. നിങ്ങൾക്ക് പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു പോകുവാൻ സാധിക്കാത്ത ഒരവസ്ഥ. പുതിയ വഴികൾ തെളിയുന്നുണ്ട്, പക്ഷേ നിങ്ങളെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക നിലയെ തകർക്കുന്നതായിട്ടുള്ള ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പോഴും ഡൗൺ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയാൻ മുന്നോട്ട് പോകുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത്? ഹെറഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒരു എനർജിയാണ്, ഒരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്ന ഒരു എനർജി, നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന എനർജി, നിങ്ങൾക്ക് ഹെൽത്ത് പരമായി ഗ്രോത്ത് ഉണ്ടാകുന്നു, ജോലി സംബന്ധമായ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. ഒരു ഗ്രോത്തിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നത്. 5 നമ്പറാണ്, ബാലൻസിങ് ആണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്? ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായിരിക്കാം. ഓക്കെ, സ്റ്റക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരിക്കാം, എങ്കിലും അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിങ്ങൾ തളർന്നു പോകരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം പ്രപഞ്ചശക്തിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രതികൂലമായി നിന്നേക്കാം, പക്ഷേ അതിന് അപ്പുറം യൂണിവേഴ്സിലേക്കുള്ള ഒരു വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് പെന്റിക്കിളിന്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ഒരു കർഷകൻ എങ്ങനെയാണോ തൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗവും ആ ഒരു വിത്ത് വിതയ്ക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു വൃക്ഷത്തൈകൾ നടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, ആ ഒരു കർഷകൻ വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പിഴുതെറിഞ്ഞ് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ചലഞ്ച് വരും, അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ്